الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം തഖ്വ കൈവിടാതെ മുന്നോട്ട് നീങ്ങണേ എന്നെല്ലാവരെയും വളരെ ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ രംഗത്തും വിശുദ്ധിക്ക് വളരെ പ്രാധാന്യം നൽകിയ ഒരു മതമാണ് നമ്മുടെ ഇസ്ലാം മതം. എല്ലാ രംഗത്തും എന്നതുപോലെ സാമ്പത്തിക രംഗത്ത് പ്രത്യേകിച്ചും വിശുദ്ധിക്ക് വളരെയധികം പ്രാധാന്യം പ്രസക്തിയും നൽകിയ ഒരു ദീനാണ് ഇസ്ലാം ദീൻ. എന്നാലും വിശ്വാസത്തിലും കർമ്മത്തിലും സ്വഭാവ ഗുണങ്ങളിലും ഒക്കെ കണിശത പുലർത്താൻ ശ്രമിക്കുന്ന മുസ്ലിങ്ങളിൽ പോലും വിശ്വാസികളിൽ പോലും സാമ്പത്തിക രംഗത്തെത്തുമ്പോൾ പലതരത്തിലുള്ള ക്രമക്കേടുകളും അരുതായ്മകളും കണ്ടുവരുന്നു. അതിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ അള്ളാഹു നമ്മോട് കൽപ്പിച്ച വിശുദ്ധി നമ്മളുടെ മനസ്സിലും പ്രവർത്തനങ്ങളിലും ഉണ്ടാകും. മോഷണം പാടില്ലെന്നറിയാം, പിടിച്ചുപറിക്കാൻ പാടില്ലെന്നറിയാം, പലിശയും കൈക്കൂലിയും കൊള്ളലാഭവും ഒക്കെ ഇസ്ലാം ഹറാമാക്കിയ തെറ്റാണെന്ന് അറിയുന്ന മുസ്ലിങ്ങൾ പോലും വീണ്ടും അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതാണ് നാം കാണുന്നത്. ഇതിലേറ്റവും വിഷമകരമായ ഒരു കാര്യത്തെ കുറിച്ചാണ് ഇന്ന് സൂചിപ്പിക്കാനുള്ളത്. കടം വാങ്ങുക, തോന്നിയ പോലെ കടം വാങ്ങിക്കൂട്ടി തുലഞ്ഞു പോകുന്ന സഹോദരങ്ങളെ നാം കാണുന്നു. കടം കൊണ്ട് വലയുക എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമികമായി വിശ്വാസിക്ക് അനിവാര്യ ഘട്ടങ്ങളിൽ അല്ലാതെ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും അനിവാര്യമായ കാരണങ്ങളാൽ കടബാധിതനായാൽ അത്തരം ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് സക്കാത്തിന്റെ 8 വിഭാഗങ്ങളിൽ കടം കൊണ്ട് വരന്ന് സൂറത്തുൽ തൗബയിൽ അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും കടം വാങ്ങുന്നതിന്റെ ഗൗരവത്തെ അപകടത്തെ കുറിച്ച് ബോധമില്ലാത്തവരാണ് നമ്മിൽ പലരും. സാമ്പത്തികാവസ്ഥയിൽ ഈ ജുമായിൽ പങ്കെടുക്കുന്ന മുതിർന്ന
വരുമാനമുള്ള ആളുകൾ അവർ ചിന്തിക്കുക നമ്മളെല്ലാവരും ഒരേ നിലവാരത്തിലല്ല, എല്ലാവർക്കും ഒരേ വരുമാനമല്ല ലഭിക്കുന്നത്, എല്ലാവർക്കും ഒരേ ആവശ്യങ്ങളല്ല ഉള്ളത്, പലതരം ആവശ്യങ്ങളാണ്. 10 രൂപ കൊണ്ട് കഴിയുന്ന ആവശ്യക്കാരുണ്ടാകാം, 10 ലക്ഷം കിട്ടിയാലും ആവശ്യം തീരാത്തവനുണ്ടാകാം. അത് ആപേക്ഷികമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായി പണം മറ്റുള്ളവരിൽ നിന്ന് ഒരിട പറഞ്ഞ് കടം വാങ്ങുക എന്നത് സ്വാഭാവികമാണ്. അത് ഇസ്ലാം വിലക്കിയ കാര്യമല്ല. കടം വാങ്ങുന്നതോ കൊടുക്കുന്നതോ ഇസ്ലാം വിലക്കിയ കാര്യമല്ല. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ കടം വാങ്ങാത്ത ആരുണ്ടാവില്ല. ഒരു 10 രൂപ തരും, ഒരു 1000 തരും, ചെറിയ പ്രശ്നമുണ്ട് തരാം, തിരിച്ചു തരാമെന്ന് പറഞ്ഞ് കടം വാങ്ങുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ചെറിയതും വലിയതുമായ കടങ്ങൾ. ഒരു പിതാവാണെങ്കിൽ, ഒരു കുടുംബനാഥനാണെങ്കിൽ സ്വാഭാവികമായും തന്റെ പ്രാരാബ്ധങ്ങളും ജീവിത ഭാരങ്ങളും പരിക്കേൽപ്പിക്കപ്പെട്ട ചുമതലകളും ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും കടം വാങ്ങേണ്ടി വരും, ജീവിക്കാൻ വേണ്ടി. എന്നാൽ കടം വാങ്ങുന്നതിനെ വിലക്കിയിട്ടില്ല എന്ന് വെച്ച് ഇഷ്ടം പോലെ കടം വാങ്ങിക്കൂട്ടാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. കടം വാങ്ങുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഒരല്പം കൂടി സൂക്ഷ്മത, ആലോചന നാം വിശ്വാസികൾ കാണിക്കേണ്ടതുണ്ട്. അനിവാര്യമായ സാഹചര്യത്തിൽ അത്യാവശ്യത്തിന് മാത്രം കടം വാങ്ങുക എന്നതിന് പകരം തന്റെ വലിപ്പവും പൊങ്ങച്ചവും കാണിക്കുന്നതിന് വേണ്ടിയും അതിനുവിട്ട വിനോദങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ചങ്ക് ബോസിന്റെ കൂടെ ആഘോഷിക്കാൻ വേണ്ടിയൊക്കെ കടം വാങ്ങുന്ന ആൾക്കാരുണ്ട്. അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി, ആഡംബരത്തിനും അലങ്കാരത്തിനും വേണ്ടി എന്നല്ല, എന്തിനും ഏതിനും കടം വാങ്ങിക്കൂട്ടുന്ന ഒരു ശീലം, ഒരു ജീവിത ശൈലി ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അപകടമാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്. ഒരുപക്ഷെ പണ്ട് ഞാൻ ഗൾഫിലായിരുന്നു, എനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു, നല്ല കമ്പനി നടത്തിയിരുന്നു, ഒക്കെ നഷ്ടത്തിലായി ഗൾഫിൽ നിന്ന് തിരിച്ചു പോന്നു. അന്നത്തെ പോലെ ഇന്നും ഞാൻ സുരക്ഷതയോടെ എല്ലാവിധ ആഡംബരങ്ങളോടെയും ജീവിക്കണമെന്ന് നാം വാശി പിടിക്കരുത്. പലരിൽ നിന്നുമായി പലതവണ മാറി കടം വാങ്ങി ആരിൽ നിന്ന് എത്രയൊക്കെ ഞാൻ വാങ്ങി എന്നുപോലും അറിയാത്ത വിധത്തിൽ ഓർമ്മയില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് മാത്രം ബാധകമായ കാര്യമല്ല, ഞാൻ എന്നോടാണ് പറയുന്നത്. ഒന്നാമതായി, കടം വാങ്ങുമ്പോൾ ഇത് അനിവാര്യമാണോ എന്ന് നാം ആലോചിച്ച് ഇതെനിക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ച് വേണം നാം കടം വാങ്ങാൻ. ഒരു ചിന്തയും ആലോചനയും ഇല്ലാതെ കിട്ടുമെന്ന് വിചാരിച്ച് ലക്ഷക്കണക്കിന് പണം കടമായി പറ്റുന്ന ആളുകളുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ സ്കൂളിലെ കുട്ടികൾ വരെ 100 രൂപ തരോ, ഒരു 500 രൂപ തരോ എന്നൊക്കെ കടം ചോദിക്കുന്ന ഒരു കാലഘട്ടമായി മാറിയിട്ടുണ്ട്. ചിലരൊക്കെ എന്തിനാ കടം വാങ്ങുന്ന വെച്ചാൽ മുന്തിയ സിഗരറ്റ് വാങ്ങാനാണ്, ഗൾഫിൽ നേരെ ശീലിച്ചതാണ്, അല്ലെങ്കിൽ അത്യാവശ്യമില്ലാത്ത വിനോദയാത്ര പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു കൾച്ചർ ലോകത്ത് വളർന്ന് വീക്കെൻഡിൽ ട്രിപ്പ് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ഇത് പണം കടം വാങ്ങാം. ഇങ്ങനെ ചില രക്ഷിതാക്കൾ മക്കളെ കഷ്ടപ്പാട് അറിയിക്കുന്നതിന് വിചാരിച്ചിട്ട് അവരെ സുഖസൗകര്യങ്ങളോട് ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് കടങ്ങൾ വാങ്ങി തുലയുന്ന ആളുകളുണ്ട്. എന്നാൽ വാക്ക് പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ചിലർക്ക് പറഞ്ഞ സമയത്ത് 1-ാം തീയതി തരാമെന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ സാധിക്കുമായിരുന്നിട്ടും അന്ന് തിരിച്ചു കൊടുക്കാതെ അനാവശ്യമായി നീട്ടിവെച്ച് പിന്നീട് ഒരിക്കലും തിരിച്ചത് കടം വീട്ടാൻ സാധിക്കാതെ മരിച്ചു പോകുന്നവരുണ്ട്. കടം വാങ്ങി മത്സരിച്ച് അയലോക്കത്തിലും കുടുംബത്തിലുമുള്ള ആളുകൾ നടത്തിയതുപോലെ വലിയ വിവാഹ സംസ്കാരങ്ങളും സദ്യകളും നടത്തുന്നവരുണ്ട്. അപ്പൊ നമ്മളെ പറ്റി തിരിച്ചറിയാൻ, എനിക്ക് എത്രയാണ് വരവുള്ളത്, എനിക്ക് എത്രയാണ് ചെലവാക്കാൻ സാധിക്കുക എന്നതിനെ സംബന്ധിച്ചൊരു ധാരണ എനിക്കുണ്ടായില്ല. മുന്തിയ ഭക്ഷണവും മുന്തിയ വസ്ത്രങ്ങളും എല്ലാം മുന്തിയ സൗകര്യങ്ങളും മാത്രം ജീവിച്ച് ശീലിച്ചവർ അതേ ജീവിതശൈലി എല്ലാ കാലത്തും തുടരാൻ കഴിയുകയില്ല. ഈ രംഗത്തുള്ള ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾക്ക് എതിരാണത്. ചില ആളുകൾ നാട്ടിൽ നിന്ന് കടം കിട്ടാതാവുമ്പോ ഇന്നത്തെ ഒരു വലിയ ഒരു ദുരന്തമാണ്. ബാങ്കിന്റെ ആളുകളിലേക്ക് എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ടല്ലോ, ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, നിങ്ങൾ ആരോടും കടം ചോദിക്കേണ്ട തന്നെ കാണുന്നില്ല. ക്രെഡിറ്റ് വാങ്ങി, കാർഡ് വാങ്ങി തൊലയുന്ന ആളുകൾ. അപ്പൊ കടം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ, അള്ളാഹു ഖുർആൻ പഠിപ്പിച്ച അധ്യാപകനങ്ങൾ മനസ്സിലാക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മാത്രമേ അയാൾ കടം വാങ്ങുകയുള്ളൂ. അയാൾ ബാങ്കുകളിൽ നിന്ന് പലിശ അടക്കേണ്ടി വരുന്ന ഭീമമായ ലോൺ എടുത്ത് വീടുകൾ വെക്കില്ല. ആ കടം വാങ്ങി തന്നെ വെച്ച വീട് വീണ്ടും കടം വാങ്ങി ആഘോഷപൂർവ്വം അയാൾ തന്നെ വീട് കൂടൽ ചടങ്ങ് നടത്തുകയില്ല.
പിന്നീട് ആ വീട് വിറ്റ് ലോൺ അടക്കേണ്ടി വരുന്ന ദുരവസ്ഥയിലേക്ക് അയാൾ എത്തുകയില്ല. വാഹനം വാങ്ങുന്നതും ഇത് തന്നെ, പലിശക്ക് കടമെടുത്ത് വാഹനം വാങ്ങുന്നവർ. അതുപോലെ അമിതമായ അനാവശ്യമായ ഷോപ്പിംഗ്. കുട്ടികളെ കൊണ്ട് പണ്ടൊക്കെ നമ്മൾ പോയിരുന്നു, അങ്ങനെ മക്കൾക്കും കുടുംബത്തിനും ഒരുപക്ഷെ ചിലപ്പോൾ ഈ കുടുംബനാഥനായ പിതാവായ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് നമ്മൾ അവരെ അറിയിച്ചിട്ടുണ്ടാവുകയില്ല. അതിന്റെ ഗൗരവം അവർക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. എന്നാൽ ചിലവഴിക്കുന്ന നമ്മൾക്ക് അറിയട്ടെ, എന്താണ് എന്റെ വരവ്, എത്രയാണ് എനിക്ക് ചെലവാക്കാൻ പറ്റിയത്. അല്ലാതെ മാളിൽ കയറി ഒരു ട്രോളിയും എടുത്ത് കണ്ണിൽ കണ്ടതെല്ലാം ട്രോളിയിലേക്ക് വലിച്ചിട്ട് അവസാനം 1000 10,000 ഒക്കെ അവിടെ കൊടുത്ത് കണ്ടതെല്ലാം വാങ്ങിക്കൊണ്ടുവരുന്ന ശീലം അത് വമ്പിച്ച കടത്തിലേക്ക് നയിക്കും. വരവിനനുസരിച്ച് ചിലവഴിക്കാൻ നാം ശീലിക്കണം. മിതമായ രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കണം എന്നാണ് ഇസ്ലാം വിശ്വാസിയോട് പറയുന്നത്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഇബാദുർ റഹ്മാൻ, റഹ്മാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളുടെ സവിശേഷതകളിൽ ഒന്നായി സൂറത്തുൽ ഫുർഖാനിലെ 67-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ചു, വല്ലദീന ഇദാ അൻഫഖു, ആ വിശ്വാസികളായ അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമകൾ അവർ ചിലവഴിക്കുകയാണെങ്കിൽ അവർ അമിതമായി ചിലവഴിക്കുകയില്ല. വലം യഖ്തു, അവർ തീരെ ചിലവഴിക്കാതെ പിശുക്ക് കാണിക്കുകയില്ല. വകാന ബൈന ദാലിക ഖവാമ, അവ രണ്ടിനുമിടയിൽ മിതമായ ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുക. സഹോദരങ്ങളെ, ചെലവഴിക്കുന്ന രംഗത്തുള്ള 2 പ്രധാന പ്രശ്നങ്ങളാണ്. ഒന്ന് ഇസ്രാഫ്, അമിതം വ്യയം, ആവശ്യത്തിന് വേണ്ടി ആവശ്യത്തിലധികം ചെലവഴിക്കൽ. മറ്റൊന്ന് തബ്ദീറാണ്. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു വിലക്കിയിട്ടുണ്ട്, വലാ തുബദീർ തബ്ദീറ, നിങ്ങൾ ദൂർത്തടിക്കാൻ പാടില്ല, അത് ദുർവ്യയമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുക. ഇസ്രാഫും തബ്ദീറും. ഉദാഹരണം പറഞ്ഞാൽ, പെരുന്നാളാണ്, ആഘോഷമാണ്, വീട്ടില് ഒരു 5 പേരുള്ള കുടുംബത്തില് ഒരു 50 ആൾക്കുള്ള ബിരിയാണി ഉണ്ടാക്കുക. ബിരിയാണി ആവശ്യം തന്നെയാണ്, പക്ഷേ ആ ഭക്ഷണം 5 പേർക്ക് ആവശ്യം 10 ആണെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് ഇന്ന് വരും, അലോകത്തിന് ഒന്നും വരും, അവർക്ക് വേണ്ടി കരുതിയതാന്ന് കരുതാം. അത് ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പിന്നീട് അത് വൈകുന്നേരം രാത്രി വീട്ടിലെന്നോ വേസ്റ്റ് ആക്കി മാറ്റുന്ന അവസ്ഥ. അത് ഇസ്രാഫാണ്. തിന്നോളൂ, കുടിച്ചോളൂ, അമിതമായി. തബ്ദീറും പാടില്ല. പെരുന്നാൾക്ക് തന്നെ ഒരാവശ്യമില്ലാതെ പടക്കം വാങ്ങാം, കുത്തിരി മത്താക്കും, ഇങ്ങനെ തുടങ്ങി ഒരാവശ്യമില്ലാത്ത സംഗതിക്ക് പണം ചെലവഴിക്കുന്നതാണ് തബ്ദീർ എന്ന് പറയുന്നത്. അമിതമയോ ദുർവ്യയോ രണ്ടും പാടില്ല എന്നാണ്. അതുണ്ടായാൽ അല്ലാഹു ദാരിദ്ര്യത്തെ അതിന്റെ പിന്നാലെ നമുക്ക് പ്രദാനം ചെയ്യും. അപ്പൊ നമ്മൾ ഏത് തരത്തിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിലും നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് മാറാൻ, നമ്മളുടെ ആദ്യവും നമ്മളുടെ ദുരഭിമാനവും ഒഴിവാക്കാനും നമ്മൾ സന്നദ്ധരാകണം. മാത്രവുമല്ല, പണ്ട് കാലത്തേതിനേക്കാൾ വളരെ പണ്ടൊന്നും പോകണ്ട, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളതിനൊക്കെ ഡബിൾ എക്സ്പെൻസീവ് ചെലവ് വന്നിട്ടുണ്ട്. ചെലവ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. എന്നാൽ വരവ് ആനുപാതികമായിട്ട് അതിനനുസരിച്ച് വർദ്ധിച്ചു ചോദിച്ചാൽ കച്ചവടക്കാരാണ് നമ്മളോട് പറയും, കച്ചവടമില്ല, മോശമാണ്, പഴയ പോലെ അല്ല എന്നൊക്കെ പറയും. ഒരു യാഥാർത്ഥ്യമായിരിക്കും മതി. അപ്പൊ ആ കച്ചവടമില്ലാത്ത വരവ് കുറഞ്ഞ അവസ്ഥക്കനുസരിച്ച് ഇപ്പൊ ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന കാലത്ത് നമ്മളെ ചെറുപ്പക്കാര് അവരവരെ ചെറുപ്പകാലത്തെ കുറിച്ച് ചിന്തിച്ചാൽ ചെറുപ്പത്തിൽ അത്ര ചെലവില്ല. ഇന്നിപ്പോ ഒരു കുട്ടി സ്കൂളിലോ കോളേജിലോ പോകണമെങ്കിൽ എന്തെല്ലാം ചെലവുകളാണ്. എല്ലാവരുടെ കയ്യിലും ഫോണാണ്, റീചാർജ് ചെയ്യുക, എല്ലാവരുടെ കയ്യിലും വാഹനം ഇന്ധനം നടക്കണം, അവർക്കുള്ള മറ്റു സൗകര്യങ്ങൾ എടുക്കണം. മാസാന്തം പഴയതിനേക്കാൾ മാസാന്തം ഫീസ് ഇല്ലാതെ പഠിച്ച ആൾക്കാർ അധികം ആൾക്കാർ. ഇന്ന് എല്ലാത്തിനും ഫീസുണ്ട്, മാസാന്തം ഫീസുണ്ട്. ഭക്ഷണം പഴയതിനേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. വസ്ത്രം കുട്ടികൾ തന്നെ വളരെ മുന്തിയ വസ്ത്രങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഈ ഒരു രംഗത്ത് പണ്ടത്തേക്കാളും ചെലവ് കൊണ്ട് വരവിന് അത്രയില്ലാന്ന് വിചാരിച്ചിട്ട് ചെലവിനെ ചുരുക്കാൻ കുടുംബത്തെ അങ്ങനെ ഒരു സാമ്പത്തിക രീതി പഠിപ്പിക്കാൻ കുടുംബനാഥന്മാർ തയ്യാറാകും. പക്ഷെ കുടുങ്ങിയാൽ ഒരു നിവൃത്തിയില്ലെങ്കിൽ കടം വാങ്ങാൻ നിവൃത്തിയില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, അടിസ്ഥാനപരമായി ഒരുക്കാൻ ഡ്രസ്സില്ല, ചികിത്സിക്കാൻ മരുന്നിന് പണമില്ല, പാർക്കാൻ ഒരു കടപ്പാടമില്ല, കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള അടിസ്ഥാന പൈസ കയ്യില്ലെങ്കിൽ ചിലപ്പോൾ കടം വാങ്ങേണ്ടി വരും. പക്ഷേ കടം ചോദിക്കാൻ ഒരു മടിയില്ലാതെ അതൊരു ശീലം. അതിപ്പോ അടുത്ത മാസം അവനോട് വാങ്ങാം, മറ്റവനോട് വാങ്ങാം എന്ന് വിചാരിച്ച് കടം വാങ്ങി ശീലിക്കുക എന്നത് നല്ല ശീലമല്ല. ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു വേള വാങ്ങി അവസാനം ഒരു ഹറാമായി തീരുന്ന രൂപത്തിലേക്ക് മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പണ്ടുള്ള ആളുകൾ പറയാറുണ്ട്, കടമില്ലാത്ത കഞ്ഞി ഉത്തമമുണ്ട്. കഞ്ഞിയാണെങ്കിൽ ഉള്ളത് ആൾക്കാരൊന്ന് ഇറന്ന് വാങ്ങാതെ നമ്മുടെ അധ്വാനം കൊണ്ട് തന്നെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന്റെ മാതൃക ഖുർആൻ വിശദീകരിച്ച അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ആ ദാവൂദ് നബിയെ പോലെയാകണം, സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ച പണം കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം തന്നെ. കടത്തിനെ കുറിച്ച്, കടം വാങ്ങുന്നതിനെയും കൊടുക്കുന്നതിനെയും കുറിച്ച് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്, അതിന്റെ പേര് തന്നെ ആയത്തുൽ ദൈൻ എന്നാണ്.
അൽ ബഖറ സൂറത്തിലെ 252-ാമത്തെ ആയത്തിൽ. അപ്പൊ കടത്തിന്റെ ഒരു ഗൗരവം അറിയാൻ അത് സംബന്ധമായി നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ രക്ഷ നേടിയിരുന്ന ഒരു കാര്യമാണ് കടം എന്ന് പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യുക്സിറു തഅബ്ബുദ മിനൽ മഗ്റമി വൽ മഖ്സം, അധികമായി കടബാധ്യത വരിക, അതിന്റെ പിന്നാലെ തിന്മകൾ വർദ്ധിക്കുക. അതിൽ നിന്നാണ് അല്ലാഹു റസൂൽ ധാരാളം രക്ഷ നേടിയിരുന്നത്. റസൂലിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് റസൂൽ നിങ്ങൾ ഇങ്ങനെ എത്ര കടബാധ്യതയിൽ നിന്ന് രക്ഷ നേടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇന്ന റജുല ഇദാ ഗനിമ ഹദ്ദസ, ഒരാൾ കടം വാങ്ങിക്കൂടിയാൽ അയാൾ പിന്നീട് സംസാരിക്കും, ഫകദബ, അപ്പോൾ അയാൾ കളവ് പറയും. അയാൾ വാക്ക് തന്നെ എത്രാം തീയതി തരാം, 10-ാം തീയതി തരാം, ഈ ആ ബസ് സ്റ്റോപ്പ് പോവാ എന്നൊക്കെ പറഞ്ഞ് അയാൾ വാക്ക് നൽകും, അയാൾക്ക് പാലിക്കാൻ കഴിയില്ല, അയാൾ നോക്കിയിട്ടും. അതുകൊണ്ടാണ് ഞാൻ കടത്തിൽ നിന്ന് ഇത്രയധികം രക്ഷ നേടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. മഹ്റം എന്ന് പറഞ്ഞാൽ വീട്ടാനാവാത്ത വിധം ഭീമമായ കടത്തിനാണ് റസൂൽ രക്ഷ നേടിയ കാര്യം. വീട്ടാവുന്ന കടമേ വാങ്ങാവൂ. അതുപോലെ മഖ്സം, രണ്ടാമത്തെ റസൂൽ രക്ഷ നേടി ചിന്ത ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള കടം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എത്രയോ സന്ദർഭങ്ങളിൽ കടത്തെക്കുറിച്ച്, കടം വാങ്ങുന്നതിന്റെ ഗൗരവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്തിനോട് ഇരിക്കുമ്പോൾ നെറ്റിയിൽ കൈവച്ച് അത്ഭുതത്തോടുകൂടി സുബ്ഹാനല്ലാഹ് മാദാ നസല മിന തസ്ദീഖ്, എന്തൊരു ഗൗരവമുള്ള കാര്യമാണ് എനിക്കിപ്പോൾ അവതരിച്ചത് എന്ന് സഹാബികളോട് പറഞ്ഞു. സഹാബികൾ മൗനമായിരുന്നു. എന്താണ് ഇത്ര ഗൗരവമുള്ളവർ പേടിച്ചു. റസൂലിനോട് അന്ന് അവരൊന്നും ചോദിച്ചില്ല. പിറ്റേന്ന് ഈ ഹദീസിൽ ധരിക്കുന്ന മുഹമ്മദ് ബിൻ റസൂലിനോട് ചോദിച്ചു, റസൂലേ മാ ഹാദാ തസ്ദീഖു ലദീ നസല, എന്താണ് ഇത്ര ഗൗരവമുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അവതരിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹി, ഒരു വ്യക്തി അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ രക്തസാക്ഷിയായാൽ, വീണ്ടും ജീവൻ കിട്ടി, വീണ്ടും അയാൾ രക്തസാക്ഷിയായി, മൂന്നാമതും അങ്ങനെയായി, വഅലൈഹി ദൈനുൻ, അങ്ങനെ 3 തവണ അയാൾ രക്തസാക്ഷിയായി, പക്ഷേ അയാൾക്ക് കടമുണ്ടെങ്കിൽ മാ ദഖലൽ ജന്നത, അയാൾ സ്വർഗ്ഗത്തിൽ കടക്കില്ല, ഹത്താ യുഖ്ദാ അൻഹു ദൈനുഹു, അയാളുടെ കടം വീട്ടപ്പെടുന്നത് വരെ. അത്രയും ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഇസ്ലാമിൽ ഏറെ പ്രിയമുള്ള ഒരു കാര്യമാണ്. വിചാരണ കൂടാതെ സ്വർഗ്ഗത്തിൽ കടക്കുന്ന ഒരു കാര്യമാണ് ഷഹീദാവുക എന്നത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യുഗ്ഫറു ലിശ്ശഹീദി കുല്ലു ദംബിൻ, ഒരു ഷഹീദിന് അയാൾ ചെയ്ത എല്ലാ തിന്മകളും അല്ലാഹു പുറത്തു കൊടുക്കും, ഇല്ല ദൈൻ, കടമൊഴികെ. ഷഹീദാണെങ്കിലും കടമുണ്ടെങ്കിൽ അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത് തടസ്സമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മിമ്പറിൽ നിൽക്കുമ്പോൾ ഒരു സഹാബി റസൂലിനോട് ചോദിച്ചു, റസൂലേ, ഞാൻ വാളുകൊണ്ട് ഇസ്ലാമിന്റെ മാർഗ്ഗത്തിൽ ക്ഷമയോടെ പ്രതിഫലം ആഗ്രഹിച്ച് മുന്നോട്ട് കുതിച്ചുകൊണ്ട് ഒരിക്കലും പിന്നോട്ട് പോകാതെ യുദ്ധം ചെയ്താൽ, ഞാനിവിടെ മരിക്കപ്പെട്ടാൽ, രക്തസാക്ഷിയായാൽ എന്റെ പാപങ്ങൾ പൂർത്തിക്കപ്പെട്ട് ഞാൻ സ്വർഗ്ഗസ്ഥനാകുമോ? റസൂൽ പറഞ്ഞു, അതെ, നീ സ്വർഗ്ഗവാസിയാകും. അയാൾ ചോദിച്ചു, തിരിച്ചു പോയി. റസൂൽ അയാളെ തിരിച്ചു വിളിച്ചു. അയാളോട് പറഞ്ഞു, സംഗതി ഞാൻ പറഞ്ഞു തന്നെയാണ്, പക്ഷെ ജിബ്രീൽ ഇതാ പറയുന്നു, ഇല്ല നിനക്ക് കടമുണ്ടെങ്കിൽ, അല്ലാതെ കടമുണ്ടെങ്കിൽ പെടും എന്നാണ് ഇമാം നസായി ഹദീസിൽ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ കടം വാങ്ങുക എന്നത് വളരെ ലളിതമായി ലാഘവബുദ്ധിയോടെ കാണേണ്ടുന്ന ഒരു കാര്യമല്ല, ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. മയ്യിത്ത് നമസ്കാരത്തിന് വേണ്ടി മയ്യിത്ത് കൊണ്ടുവെക്കുമ്പോൾ ജനാസ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചത് നമ്മൾ ഒരിക്കലൊരു ജനാസ കൊണ്ടുവന്നു, ഇയാൾക്ക് കടമുണ്ടോ? സഹാബികൾ പറഞ്ഞില്ല. റസൂലുള്ളാഹിയുടെ കാലത്ത് മയ്യിത്ത് നിസ്കാരത്തിന് പലപ്പോഴും റസൂൽ തന്നെയാണ് നേതൃത്വം കൊടുത്തത്. പിന്നീട് മറ്റൊരിക്കൽ വേറൊരു ജനാസ കൊണ്ടുവന്നപ്പോൾ അയാൾക്ക് കടമുണ്ടോ? ആളുകൾ പറഞ്ഞു, അതേ റസൂലിനെ കടമുണ്ട്. അപ്പൊ റസൂൽ എന്നാൽ ഇദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ നിസ്കരിച്ചുകൊള്ളുക, ഞാൻ നിസ്കരിക്കുന്നില്ല. ഹദീസ് ധരിക്കുന്ന അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയാ, അലയ്യ ദൈനുഹു യാ റസൂലല്ലാഹ്, അയാളുടെ കടം ഞാൻ വീട്ടാം റസൂലേ എന്ന് പറഞ്ഞ സഹാബി ഏറ്റെടുത്തപ്പോൾ ഫസല്ലാ അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് വേണ്ടി നിസ്കരിച്ചു എന്നാണ്. അത്രയും ഗൗരവമുള്ള ഒരു കാര്യമായിട്ടാണ് ഇമാം ബുഖാരി സ്വഹീഹിൽ ധരിക്കുന്ന ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പഠിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ സ്വത്ത് ഭാഗം വെക്കുമ്പോൾ അയാൾക്ക് കടമുണ്ടെങ്കിൽ അത് വീട്ടിയ ശേഷം മാത്രമേ അനന്തരാവകാശ സ്വത്ത് വിതരണം ചെയ്യാൻ പാടുള്ളൂ. സൂറത്തുൻ നിസായിലെ 11-12 അനന്തരാവകാശത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ വിശദീകരിക്കുന്ന 2 ആയത്തുകളും ആണിന്റെയും പെണ്ണിന്റെയും കാര്യം പറയുമ്പോൾ അനന്തര സ്വത്ത് വീതിച്ചു കൊടുക്കുമ്പോൾ മിംബഅദി വസിയത്തിൻ യുസീ ബിഹാ ഔ ദൈൻ, മിംബഅദി വസിയത്തിൻ യുസീന ബിഹാ ഔ ദൈൻ, അവർ ചെയ്ത വസിയത്തും അവരുടെ കടബാധ്യതയും കഴിച്ചു മാത്രമേ
അനന്തര സ്വത്ത് വിതരണം ചെയ്യാൻ പാടുള്ളൂ. അവകാശികൾക്ക് വിതരണം ചെയ്യേണ്ട അനന്തര സ്വത്ത് മുഴുവൻ വിറ്റാലും കടം തീരില്ലെങ്കിൽ പിന്നീട് ആർക്കും അനന്തരം കിട്ടില്ല. അയാളുടെ കടം വീട്ടാൻ അത് കഴിഞ്ഞ് പിന്നീട് ആരെങ്കിലും ഏറ്റെടുത്താൽ മാത്രമേ അയാൾക്ക് അതിന്റെ പേരിലുള്ള ബുദ്ധിമുട്ട് അവസാനിക്കുകയുള്ളൂ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും കടം വീട്ടാൻ സാധിക്കാതെ മരണപ്പെട്ടാൽ അത് ആരെങ്കിലും കൊടുത്തു വിട്ടുന്നത് വരെ അതിന്റെ പേരിൽ ഈ മയ്യത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടേയിരിക്കും. മർസഖിൽ യാതൊരു ആശയമില്ല. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി, ഒരു വിശ്വാസിയുടെ നഫ്സ്, അയാളുടെ ശരീരം അയാളുടെ കടവുമായി ബന്ധിക്കപ്പെട്ടതാണ്. ഹത്താ യഖ്ദഅ അൻഹു, അത് വീട്ടപ്പെടുന്നത് വരെ. വീട്ടിയാൽ മാത്രമേ ആ കൂട്ടിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ട് കടം മൂലം പ്രയാസപ്പെടുന്നതിനാൽ നമ്മൾ പല കാര്യങ്ങളും പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകം ആവശ്യമുള്ള ഒരു കാര്യമാണ്, പഠിച്ചവനെ എന്റെ കടം വീട്ടാൻ നീ തൗഫീഖ് നൽകണം. കടം പെട്ടെന്ന് വീട്ടിക്കൊണ്ട് ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ റബ്ബിനോട് പ്രാർത്ഥിക്കണം. റസൂൽ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വൽ അജ്സി വൽ കസലി വൽ ജുബ്നി വൽ ബുഖൽ. കുറേയധികം കാര്യങ്ങൾ എഴുതി പറഞ്ഞതിനുള്ള രക്ഷ തേടാം. അതിൽപ്പെട്ട ഒന്നാണ് കടത്തിന്റെ ഭാരത്തിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. കടമില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സൗഭാഗ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജസദ വഹുവ ബരീഉ മിൻ സലാസ്, മൂന്ന് കാര്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഒരാളുടെ ശരീരം പൂർണ്ണമായി വേർപെട്ടാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ഒന്ന് കിബറാണ്, അഹങ്കാരമാണ്. മറ്റൊന്ന് ഉലൂൽ, അനർഹമായി വലീമത്തിൽ നിന്നും പൊതുസമ്പത്തിൽ നിന്നും എടുക്കലാണ്. വദ്ദൈൻ, മൂന്നാമത്തേത് കടമാണ്. ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടാൽ അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ചെറുതോ വലുതോ ആകട്ടെ, പ്രത്യേകിച്ച് വലിയ കടങ്ങളാണെങ്കിൽ അത് നാം എഴുതി വെക്കണം. കടം തന്നയാളും കടം വാങ്ങിയ ആളും രണ്ടാളും രേഖപ്പെടുത്തണമെന്നാണ് ആയത്തുൽ ദൈനിൽ, ഖുർആന്റെ ഏറ്റവും വലിയ ആയത്തുൽ അല്ലാഹു പറയുന്നതിന്റെ നിയമങ്ങളാണ്. മാത്രവുമല്ല, ഒരു അവധി പറഞ്ഞ് കടം തന്നയാൾ തിരിച്ച് ചോദിപ്പിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കരുത്. വീട്ടാനൊരിക്കലും കഴിയുമെങ്കിൽ ആ വിവരം കാലാവധി നീട്ടി തരാൻ അയാളോട് അപേക്ഷിക്കുക. അല്ലെങ്കിൽ കളവ് പറയാൻ ഒരു മുസ്ലിമിന് കളവ് പറയാൻ പറ്റില്ലല്ലോ. എന്ന് മാത്രമല്ല, വേറൊരു മര്യാദയാണ്, കടം ഒരാൾ നമുക്ക് തന്ന് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ തന്നതിൽ നിന്ന് കുറച്ച് കൂടുതലായിട്ട് അയാൾക്ക് നമ്മൾ വളരെ കുടുംബ നേരത്തെ ഒരാൾ 1000 രൂപ തന്നാൽ അയാൾക്ക് 1010 രൂപ 1200 രൂപ കൊടുക്കാം, കുറച്ചധികം കൊടുക്കാം. ഇത് പലിശയല്ല. അതല്ലെങ്കിൽ കടം കൊടുത്ത ആള് ഇത് പ്രതീക്ഷിക്കുകയോ അത് ചോദിച്ചു വാങ്ങുകയോ അത് ആഗ്രഹിച്ചുകൊണ്ട് കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല. കടം വാങ്ങിയ ആളുടെ ഒരു അദബാണ്. മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിൽ നിന്നോ അതോ ദാത്തുൽ നിഖാ യുദ്ധത്തിൽ രണ്ടു യുദ്ധത്തിൽ തിരിച്ചു വരുമ്പോൾ റസൂലിന് ഒരു ഒട്ടകത്തെ ആവശ്യമായി വന്നു. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അടുത്ത് ചെന്നിട്ട് ഒരു ഒട്ടകം വാങ്ങി. കടം ഇത് ഞാൻ നിനക്ക് തിരിച്ചു നൽകാമെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ ഉദ്ധരിക്കുന്ന ഹദീസാണ്, ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകത്തെ എനിക്ക് തിരിച്ചു തരാൻ പറഞ്ഞ ദിവസം ഞാൻ പള്ളിയിൽ ചെന്ന് റസൂലിനെ കണ്ടു. റസൂലുള്ളാഹി ദുആ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി ബിലാലിനെ വിളിച്ച് എനിക്ക് ആ ഒട്ടകത്തെ തിരിച്ചു നൽകാൻ വേണ്ടി പറഞ്ഞു. ആ ഒട്ടകത്തിന് പകരം ഒട്ടകം, അതിന് പകരം അത് കഴിഞ്ഞിട്ട് ഫമാസാന യസീദിനി ദീനാറൻ ദീനാറൻ, റസൂൽ ഓരോ ദീനാറും കൂടി അധികമായി ഇങ്ങനെ തരാൻ തുടങ്ങി. ഓരോ ദീനാറും തരുമ്പോൾ റസൂൽ പറയും, അല്ലാഹു നിനക്ക് കൊടുത്തു നൽകട്ടെ, ഇതുകൊണ്ട് പ്രതിഫലം നൽകട്ടെ. അങ്ങനെ 20 ദീനാർ എനിക്ക് അധികമായി നൽകി എന്ന് ബുഖാരി മുസ്ലിം ഹദീസിൽ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത്. അതൊരു സന്തോഷമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കടം വാങ്ങുമ്പോൾ ഇത് ഞാൻ കൊടുത്ത് വീട്ടും, അല്ലെങ്കിൽ എനിക്ക് വീട്ടൽ എന്റെ ബാധ്യതയാണ് എന്ന ഒരു നിയത്തോടു കൂടി തന്നെ കടം വാങ്ങേണ്ടതുണ്ട്. അതേസമയം ചില ആളുകൾ കടം വാങ്ങും തിരിച്ചു കൊടുക്കാനുള്ള ആഗ്രഹമുള്ളവരാണ്. കഴിയുകയായി തിരിച്ചു കൊടുക്കാതെക്കാൻ എന്താ വഴി എന്നുള്ളതാണ് അയാൾ ആലോചിക്കാറ്. അങ്ങനെ വാങ്ങുന്നത് വലിയൊരു കുറ്റമാണ്. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മൻ അഖദ അംവാലൻ നാസി യുരീദു അലാഹ അല്ലാഹു അൻഹു, കടം വീട്ടാൻ വേണ്ടി ഒരാൾ വാങ്ങിയാൽ അയാളുടെ ഉദ്ദേശം അനുസരിച്ച് അല്ലാഹു ഉണ്ട്, അല്ലെങ്കിൽ അയാളുടെ ധനം അല്ലാഹു നശിപ്പിക്കും. കടം ഒരു അപകടമാണ്. അത് നമ്മുടെ ജീവിത ചെലവുകൾ താങ്ങാനാവാത്ത നാം വർദ്ധിപ്പിക്കും. നമ്മുടെ മനസ്സമാധാനവും നമ്മുടെ സ്വൈരവും സന്തോഷമില്ലാതാകും. സ്വന്തം വീടിനുള്ളിൽ പോലും സമാധാനമില്ലാതെ സ്വസ്ഥമാക്കാതെ ജീവിക്കേണ്ടി വരും. നമ്മുടെ അന്തസ്സഭിമാനവും ഒക്കെ നഷ്ടപ്പെടും. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നോ നമ്മുടെ പുറത്തിറങ്ങാൻ കഴിയൂല, പേടിയാവും, ഉറക്കം വരൂല. നമ്മുടെ കുടുംബബന്ധം സുഹൃത്തുബന്ധം ഒക്കെ തകരും. നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും ചോർന്നു പോകും. ചില സമയത്ത് വെള്ളം വാങ്ങി നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും.
നമ്മുടെ എല്ലാ സംഗതിയും കടപ്പാട് വാഹനങ്ങൾ നിൽക്കേണ്ടി വരും. നമ്മൾ വീട്ടിൽ കൂട്ടാത്മഹത്യ പലപ്പോൾ കുറേ ദിവസങ്ങളായി പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ പലതരം കൊലപാതകങ്ങളാണ്. അതിന് വളരെ വേറിട്ടൊരു വാർത്തയായി നമ്മളെല്ലാവരും ശ്രദ്ധിച്ചത് സ്വന്തം രക്തത്തിൽ പറഞ്ഞ അനിയനെയും വല്യമ്മയെയും മൂത്തമ്മയെയും ഒക്കെ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പല ആളുകളെയും എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ കടം കൂടിയത് കാരണത്താൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത്ര ചെറിയ പ്രായത്തിൽ ഇത്രയധികം കടം വാങ്ങാനുള്ള ഒരു ധൈര്യം നമുക്ക് എവിടെ കിട്ടുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. മാത്രം പോരാ, പ്രാർത്ഥിക്കണം, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും വേണം. പടച്ചോനെ പഠിക്കുന്ന ആളുകൾക്ക് മാത്രമേ കടം കൂട്ടാനായി അള്ളാഹുവിന്റെ സഹായവും തൗഫീഖും ലഭിക്കുകയുള്ളൂ എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അമിതമായ കടബാധ്യത വരുന്നതിൽ നമ്മൾ എല്ലാവരും അള്ളാഹു രക്ഷ തേടുക. അള്ളാഹു നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅസ്സലാമു അലൈഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹു സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കടം വാങ്ങൽ വളരെ ഗൗരവപ്പെട്ടതാണെങ്കിൽ കടം മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ കടം നൽകുക എന്നത്, കടം വാങ്ങിയിട്ടത് കുടുങ്ങിയവന് ഒരു അല്പം അവധി നീട്ടി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അത് വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ് എന്നാണ് വിശദം പറയുന്നത്. ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 250 ആയത്തിൽ അല്ലാഹു പറയുന്നു, കടം വാങ്ങിയ ആൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അയാൾക്ക് എളുപ്പമാക്കി ഒരു അവധി കൊടുക്കണം. ഇനി കഴിയുമെങ്കിൽ വാങ്ങി അത് വിട്ടുകൊടുത്തിട്ട് സ്വതക്കായിട്ടാണ് വിട്ടുകൊടുക്കലാണ് ഏറ്റവും നല്ലത്. അതിന്റെ പുണ്യത്തെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നാണ്. അതുകൊണ്ട് പരലോകത്ത് രക്ഷ കിട്ടാൻ വേണ്ടി റസൂലുള്ള പഠിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് കടം. നമ്മൾ ആളുകളാണ് കഴിയണം. നമ്മളെ പറ്റിക്കുന്ന ആൾക്കാർക്കൊക്കെ വിട്ടുകൊടുക്കണമെന്നതല്ല, കുടുങ്ങിപ്പോയ ആളുകൾ ഒന്നും കിട്ടാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് മാനസിക സൗഖ്യം നൽകി അവർക്ക് നമ്മളത് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് വലിയൊരു സ്വതക്കയായിട്ടാണ് ഇസ്ലാം പറയുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്പൂർണമായ ജീവിത പദ്ധതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിന്റെ നിയമങ്ങൾ അള്ളാഹുവിൻ്റെതാണ്. റസൂൽ നമുക്ക് പ്രാക്ടിക്കലായി കാണിച്ചു. അത് ശരിയായ രീതിയിൽ പാലിക്കുന്നതിലൂടെ നമുക്ക് ശരിക്കും ശരിയായ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ആശ്വാസവും ഒക്കെ കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യത്തിൽ വിശ്വാസവും ധർമ്മവും സ്വഭാവവും ഒക്കെ നന്നാക്കാൻ ഒരു വേള ഒരു പരിധി വരെ നമുക്ക് സാധിക്കും. പക്ഷെ സാമ്പത്തികം പരിധി വിട്ടാൽ, നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടാൽ പ്രയാസത്തിലേക്ക് നമ്മൾ നയിക്കും. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് വിശ്വാസികളുടെ പ്രാർത്ഥന തന്നെയാണ്. കടമടക്കം നമ്മുടെ ഈ ലോകജീവിതത്തെയും നഷ്ടത്തിലാകുന്ന എല്ലാത്തരം ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുകയാണ്. കടബാധ്യതകളെ നഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ സഹോദരി സഹോദരന്മാരുണ്ട്. അവരുടെ എല്ലാം ഞങ്ങൾ വാങ്ങിയ കടങ്ങൾ, ഞങ്ങൾ പറ്റിയ കടബാധ്യതകൾ എത്രയും വേഗം വീട്ടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകണേ അല്ലാഹ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ഒരു തൗഫീഖും ക്ഷമയും ഞങ്ങൾക്കെല്ലാം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. والمؤمنات والمسلمين والمسلمات الأحياء والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.